ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി റിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മോതിരം, ഒരു സ്മാർട്ട് മോതിരം, സ്മാർട്ട് റിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഗാബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഓൾറെഡി ഇറക്കുന്നുണ്ട് വേറെ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. പക്ഷേ ഞാൻ അത് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പറയുമ്പോൾ അതിന് 14 രൂപ 15 രൂപയാണ് ഓൾമോസ്റ്റ് പ്രൈസ് വരുന്നത്. ഇത് സാംസങ്ങിൻ്റെ റിംഗ് ആകുമ്പോൾ 35 രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ആക്ച്വലി സാംസങ്ങിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആക്ച്വലി സാധനം കിട്ടിയത് 17 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ബെറ്ററാണ്. ഗാബിറ്റ് എന്ന് പറയുന്നത് കുറേ എന്താ പറയുക സിനിമക്കാർ ഇവരൊക്കെ വെച്ചിട്ട് പല എന്താ പറയുക മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഊഹിക്കാവുന്നതാണ് ഒരു മാങ്ങാത്തലയിൽ ഉണ്ടാവില്ലെന്ന്. ഇതേപോലെ ഇങ്ങനെ ഭയങ്കര ഹ്യൂജ്ലി മാർക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ ഊഹിച്ചാൽ മതി. അതിൽ പ്രൊഡക്റ്റിൽ സ്ട്രോങ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ബോട്ടും ഈ ഫയർ ബോൾട്ടൊക്കെ കണ്ടിട്ടില്ലേ, ചൈന സാധനം വരുത്തിയിട്ട് ഭയങ്കര എന്താ പ്രൊമോഷൻ ആയിരുന്നു, എത്ര ആൾക്കാർ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. അതുപോലെ സോഷ്യൽ മീഡിയയും കൊറോണത്തിന് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചത് വേണ്ടാന്ന് വെച്ചത്. എന്ന് വെച്ചാൽ ഞാനൊരു എന്താ പറയുക ഒരു സ്മാർട്ട് റിംഗ് കുറച്ച് കാലമായി നോക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീസൺ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ സാംസങ്ങിൻ്റെ ഫോണല്ല ഞാൻ ഇപ്പോൾ പ്രൈമറിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാംസങ് റിംഗ് നോക്കുന്നുണ്ടാകുന്നില്ല. പിന്നെ 35,000 രൂപയാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിയപ്പോഴാണ് നമുക്ക് ഓൾമോസ്റ്റ് 50% നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡിസ്കൗണ്ടാണ് മെയിൻലി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സാധനം 17 രൂപ. ഞാൻ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഗോൾഡ് കളറാണ്. നമുക്ക് അതിൽ കൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ഈ സാധനം അയച്ചു തരും അവർ, സൈസിങ് കിട്ടുന്ന വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാ മോതിരത്തിൻ്റെ സൈസ് അല്ല കേട്ടോ, ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ മറക്കരുത്. സൈസിങ് കിറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് സൈസ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൈസിങ് കിറ്റ് കിട്ടും. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് ഇത് നമുക്ക് എന്താ പറയുക നമുക്ക് സൈസ് കൺഫേം ചെയ്യാൻ പറ്റുക. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ ഒറിജിനൽ സാധനം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടാണ്. ഞാൻ ഗോൾഡ് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ സൈസ് 12 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ ഉണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. നമുക്ക് ക്യാമറ ഫീച്ചറൊക്കെ നമുക്ക് ഇതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫീച്ചറൊക്കെ നമുക്ക് സാംസങ് ഫോൺ ഉണ്ടെങ്കിൽ കിട്ടും. നിങ്ങൾക്ക് വേറെ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഐഫോൺ യൂസർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ. നിങ്ങൾ വേറെ എന്തെങ്കിലും എന്താ പറയുക റിംഗ് നോക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഓൾറെഡി ഇപ്പോൾ അറിയാവുന്ന പോലെ തന്നെ ഞാൻ S24 അൾട്രയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സെയിൽസിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇത് പിന്നെ ഓഫർ കണ്ടപ്പോൾ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ എനിക്ക് സ്ലീപ്പ് ട്രാക്കിംഗ് കുറച്ച് കാലമായി ഞാൻ നോക്കി. എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ സംഭവങ്ങളൊന്നും ശരിയല്ല. സ്ലീപ്പ് ആപ്നിയ പരിപാടികളൊക്കെ ഉള്ള പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാലമായി ഞാൻ പറയുമ്പോൾ സാംസങ് വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ട് വാച്ച് ഞാൻ ഭയങ്കര ഉപയോഗം കുറവാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ റേഡിയേഷൻസ് കൂടുതലാണ്. ഇതിലും ഉണ്ട് കമ്പാരിറ്റീവ്ലി, പക്ഷേ ഭയങ്കര കുറവാണെന്ന് മാത്രം. പിന്നെ ബാറ്ററി ബാക്കപ്പും കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഒക്കെ കിട്ടുന്ന പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും സെറ്റപ്പൊക്കെ നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആരും സാംസങ് റിംഗിൻ്റെ കാരണം ചെയ്തിട്ടില്ല. മലയാളത്തിലല്ല, ഹിന്ദിയിൽ തന്നെ കുറവാണ് ഭയങ്കരമായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ 3ാമത്തെ ചാനലാണ്, ഫുള്ളി ടെക് ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ സെലറികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ടാഗ് ഇപ്പോൾ എല്ലാം ഈ പരിപാടിയാണല്ലോ, ഇത് പൊളിക്കാം. അയ്യേ ശരിയായില്ല, അതെന്താ പരിപാടിയാണ്, പന്ന പരിപാടിയായി പോയി. ഇതിൽ ശരി. അപ്പോൾ ഇത് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ്, മുകളിൽ ഒരു ടാഗ് മാത്രമല്ലോ കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. വേറെ സംഭവം ഒന്നും കാണാനില്ല. ഞാൻ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ ഈ ബോക്സ് ഇങ്ങനെ ഇത്ര ഉള്ളൂ കേട്ടോ. ബോക്സ് വേറെ കാര്യമായിട്ട് കാണാൻ സംഭവമൊന്നുമില്ല. ഇവിടെ ഗാലക്സി റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കുറച്ച് സർട്ടിഫിക്കേഷൻസും. ഇതിൽ നമുക്ക് ഗാലക്സി വിയറബിൾ എന്ന് പറഞ്ഞ ആപ്പ്, നിങ്ങൾ സാംസങ് ഫോൺ ആണെങ്കിൽ ഇൻബിൽഡ് ഐഡിയയിൽ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ സാംസങ് വാച്ചൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഇൻബിൽഡ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് എന്തായാലും ഒന്ന് പറയാം. ഇത് ടൈറ്റാനിയം ഗോൾഡ്, ഇത് ടൈറ്റാനിയം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സൈസ് 12 അതൊക്കെ കറക്റ്റാണ്. ഇതിൽ MRP കൊടുത്തേക്കുന്നത് ഓഗസ്റ്റ് 2025 മാനുഫാക്ചറിങ് ആണ്. എവിടെ പ്രൈസ് കാണാമല്ലോ, പ്രൈസ് കാണാനില്ല. 36,999. ഇതിൻ്റെ ബൈയിങ് പ്രൈസ് ഇത്രയും കാലം 34,999 ആണ്. അപ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ സാധനം വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ജസ്റ്റ് നമ്മുടെ വാച്ചൊക്കെ തുറക്കുന്ന പോലത്തെ ഒരു ബോക്സാണ് കേട്ടോ. അത് കൊള്ളാം, കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് സാധനം ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ അതിൻ്റെ കേസ് വരുന്നുണ്ട്. കേസിൻ്റെ ഒക്കെ ബിൽഡ് ക്വാളിറ്റി കണ്ടു. നിങ്ങൾ ആ ഗ്യാബിൽ നിന്ന് സാധനം ഒന്ന് എടുത്ത് നോക്കി. ഏതോ ഒരു കൂതറ ചൈനീസ് സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് കണ്ടറിയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ റിംഗ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷേ ഞാൻ കൊടുക്കുന്ന കാശിന് എനിക്ക് വാല്യൂ കിട്ടുന്ന സാധനം നോക്കിയാൽ പറയും എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഒരു ബുക്ക്ലെറ്റ് പോലെ ഉണ്ട്. ഇത് കൊള്ളാട്ടാ ഈ സാധനം. ഇത് ശരിക്കൊരു നമ്മുടെ ജ്വല്ലറിക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു ബോക്സ് പോലെ ഉണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചു. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക്
ഇതിൻ്റെ ഉള്ളിൽ കുറേ ബുക്ക്ലെറ്റ്സ്, ഒരു കേബിളും ഉണ്ട് കേട്ടോ. ഭാഗ്യം കേബിൾ തരുന്നുണ്ടല്ലോ. ഒരു ബ്രൈഡഡ് കേബിളാണ്, അത് കൊള്ളാം. Type-C to Type-C ഒരു ബ്രൈഡഡ് കേബിൾ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ബുക്ക്ലെറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമൽ കിട്ടുന്ന ഒരു ബുക്ക്ലെറ്റ് ഉള്ളൂ, കുറേ ബുക്ക്ലെറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഒരു സാധനം. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന കേബിൾ കേട്ടോ. പിന്നെ നോർമൽ Type-C to Type-C കേബിളാണ്, പക്ഷേ നല്ലതാണ്. എന്തായാലും ഒരു കേബിള് നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എടുക്കാം. കേബിളൊന്നും പുറത്തെടുത്ത് വെച്ചേക്കാം. ഇപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും റിങ്ങിലേക്ക് പോകാം. ചാർജ് ഉണ്ടാവുക വോട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാണ് സംഭവം കണ്ടത്. ഗ്ലാസ് ആണ് കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചാർജിങ് കത്തണുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങായിട്ട് പോലെ കത്തണം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഫുൾ ചാർജ് ഉണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഈ കേസിൻ്റെ ചാർജിങ് കാണിക്കും. രണ്ടാമത്തെ വട്ടം നമ്മുടെ ഈ എന്താ പറയുക റിങ്ങിൻ്റെ ചാർജിങ് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കൊരു പെയറിംഗ് ബട്ടണും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സാംസങ് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാംസങ് ഫോൺ എടുത്തിട്ട് ഇതിൽ ഓൾറെഡി ഞാൻ തുറക്കാണ്ട് മുമ്പേ കാണിച്ചു കൊണ്ടിരുന്നുണ്ട്. അതാണ് സാംസങ്ങിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ കൂടാം. അപ്പോൾ ഞാൻ കണക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കണക്റ്റ് കൊടുക്കുമ്പോൾ നിയർ ബൈ അലൗ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചു. അപ്പോൾ ഡൗൺലോഡിങ് സോഫ്റ്റ്വെയർ ആയി നല്ലൊരു സോഫ്റ്റ്വെയർ വരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ സോഫ്റ്റ്വെയറും സാധനങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ആവട്ടെ. അതിന് ശേഷം നമുക്ക് തിരിച്ച് വരാട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സാംസങ് ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് ഹെൽത്ത് ട്രാക്കിംഗ് ചെയ്യാം, സ്ലീപ്പ് ട്രാക്കിംഗ് ചെയ്യാം. നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പരിപാടിയാണ്. എന്ന് വെച്ചാൽ വാച്ച് നമുക്ക് ഉറങ്ങുമ്പോൾ കുറേ പേർക്കൊന്നും വാച്ചൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്ലീപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വാച്ചൊക്കെ ഇട്ടിട്ട് ലൈറ്റൊക്കെ വരുമല്ലോ. വാച്ചൊക്കെ ഇട്ടിട്ട് കിടക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് കുറേ പേർക്ക് ചിലപ്പോൾ ഉറക്കൊന്നും വരില്ല. പിന്നെ അപ്പോൾ ആ സമയത്തൊക്കെ ഈ സാധനം നല്ലതാണ് കേട്ടോ. റിംഗ് ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നോർമലി മിക്ക എല്ലാവരും റിംഗ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ പറ്റുന്നൊരു കുറച്ച് സോഫ്റ്റ്വെയറിൻ്റെ എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓപ്ഷനിലൊന്നും കൊടുക്കുന്നില്ല. എഗ്രി ടു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ്, ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് വേണ്ട. എഗ്രി ടു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഫോർ ഗാലക്സി വിയറബിൾസ് ആൻഡ് അതൊക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തു. സാംസങ് എഗ്രിമെൻറ്റ്, ഗാലക്സി വിയറബിൾ പ്രൈവസി നോട്ടീസ് കണ്ടിന്യൂ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സാംസങ് ഹെൽത്തിൽ പോയിട്ട് നമ്മുടെ എലോ ഓൾ ടൈം കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തു എഗ്രി. പിന്നെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ഗെറ്റിംഗ് റെഡി ടു കണക്ട് എന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ. നോർമൽ നമ്മുടെ സാംസങ്ങിൻ്റെ വാച്ച് കണക്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതേ സെയിം സ്റ്റെപ്പൊക്കെ തന്നെയാണ്. എന്തോ കാണിച്ചു ചെക്ക് യുവർ ബോഡി ബാറ്ററി ലെവൽ. അപ്പോൾ ഇതിൽ കുറേ എനർജി സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാംസങ് കുറേ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് അവർ. അണ്ടർസ്റ്റാൻഡ് യുവർ സ്ലീപ്പ് ഫോർ ബെറ്റർ റെസ്റ്റ് കണ്ടു. അപ്പോൾ അത് അതിൻ്റെ അഡ്വാൻസ് മെഷർമെൻറ്റ് എന്നൊക്കെ അറിയുന്നുണ്ട്. ട്രാക്ക് യുവർ ഡെയിലി ആക്ടിവിറ്റി, അതും നെക്സ്റ്റ് കൊടുക്കുക. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അവർ. ഹാർട്ട് റേറ്റ് മോണിറ്റർ നമുക്ക് ഇത് നമുക്ക് എല്ലാ സെക്കൻഡ്സും ചെക്കൗട്ട് ചെയ്യട്ടോ. വാച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ മിനിറ്റിൽ ചെക്കൗട്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് നോക്കണമല്ലോ, ഇതിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് സാധനം വിയർ ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു കണ്ടോ ഒരു ചെറിയൊരു നോഡ് ഉണ്ട് അതിൻ്റെ താഴെയായിട്ട്. അത് നമ്മുടെ താഴേക്കായിട്ട് വേണം ചെയ്യാണ്ട. പിന്നെ ഏറ്റവും ബെസ്റ്റ് വിരൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ തമ്പിൻ്റെ അടുത്തുള്ള വിരലായിരിക്കും. അതായത് ഇൻഡെക്സ് ഫിംഗറാണ് ഏറ്റവും ബെസ്റ്റ്. ഏത് വിരലിനാണെങ്കിൽ ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് കുറച്ച് സെറ്റപ്പുകളും അവർ ഫിനിഷ് ചെയ്യാനുണ്ട്. അത് ചെയ്തുകൊണ്ട് നല്ല ഫാസ്റ്റാണ്. ആയല്ലോ, യുവർ ഓൾ സെറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്കെന്തായാലും റിങ് എടുക്കാം. അജയ്സ് റിങ് ഒരു വന്നു ഓൾറെഡി 100%. ഇപ്പോൾ ബാറ്ററി ഓൾമോസ്റ്റ് ഫുൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സംഭവം എടുക്കട്ടെ. ഇതാണ് സംഭവം. ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടുന്നില്ലല്ലോ. ഇത് മാഗ്നറ്റിക് ആണെന്നുണ്ട് കേട്ടോ. പോരട്ടെ, നല്ല മാഗ്നറ്റിക്കാണ് കേട്ടാ. എൻ്റെ അമ്മോ കിളിച്ചാൽ കിട്ടുന്നില്ല. ഇതാണ് സംഭവം. ഇത് ഒരു വെയിറ്റും ഇല്ല. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു സെൻസറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, 3 സെൻസർ വരുന്നുണ്ട്. ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ളതും ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനുള്ളതൊക്കെ ആയിട്ട്. പക്ഷെ ഇത് ഒരു സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉള്ളിലുണ്ട്. പുറത്തൊന്നും സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഇല്ല കേട്ടോ. സാധാ പോലെയാണ്. നമുക്കിത് സിൽവർ കളറിൽ കിട്ടും, ബ്ലാക്ക് കളറിൽ കിട്ടും, ഗോൾഡ് കളറിൽ കിട്ടും, റോസ് ഗോൾഡ് കളറിലും കിട്ടും. ഇത് സാധാ റിങ് പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വിരലിൻ്റെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം, ഒരു ചെറിയൊരു നോബ് പോലെ. ആ സാധനം നമ്മുടെ താഴേക്ക് വരുന്ന പോലെ ഇവിടേക്ക് ഇട്ടാ. ഇത്രയേ ഉള്ളൂ കണ്ടു. അപ്പോൾ നമ്മുടെ സാധനം ഇട്ടു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് കാണാനൊക്കെ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാം ചെക്കൗട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ റിങ്ങിന് സോഫ്റ്റ്വെയർ ഉണ്ടോ നോക്കി നോക്കട്ടെ. ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെക്ക് ചെയ്യാണ്. നമ്മുടെ സാംസങ്ങിൻ്റെ വാച്ച് പോലെ തന്നെ ഞാൻ എൻ്റെ ഈ സാംസങ് വാച്ച് എൻ്റെ ഇതിലെല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. എൻ്റെ വിവോയിലെ കണക്ട് ചെയ്തേക്കുന്നത് X1 Proയിൽ. എന്ന് വെച്ചാൽ അതാണ് എൻ്റെ പ്രൈമറി ഫോൺ. അപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ റീസെറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഹെൽത്ത് സെറ്റിങ്സും സാംസങ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്.
ഹാർട്ട് റേറ്റ് അലേർട്ട്, നമുക്ക് എത്ര ഹൈ എത്ര വേണ്ട, ലോ എത്ര വേണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ സ്ലീപ്പിൻ്റെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ഓക്സിജൻ സ്ലീപ്പിൽ ചെക്ക് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. സ്ലീപ്പ്, അതുപോലെ സ്നോർ ഡിറ്റക്ഷൻ, കൂർക്കം വലി എനിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ അതും ഓണാക്കുകയാണ്. സ്നോറിംഗ് ഡിറ്റക്ഷൻ ഇൻക്രീസസ് ഫോൺ ബാറ്ററി കൺസപ്ഷൻ, കൺസിഡർ ചാർജിങ് യുവർ ഫോൺ വർ യു സ്ലീപ്പ്. അത് കുഴപ്പമില്ല, ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സ്കിൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് സ്ലീപ്പ്, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് നമ്മൾ, അപ്പോൾ അതൊക്കെ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ആക്ടിവിറ്റീസ് ടു ഓട്ടോ ഡിറ്റക്റ്റ്, വാക്കിങ്ങും റണ്ണിങ്ങും ഒക്കെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അത് എനേബിൾ ആയിരുന്നു. പിന്നെ എനർജി സ്കോറിൻ്റെ പരിപാടി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവുന്ന പോലെ തന്നെ ചെക്ക് യുവർ എനർജി, ഇത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൂടിയിട്ട് ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറച്ച് കാലം കഴിയണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അൺബോക്സിങ് എന്താ വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഈ സാംസങ് റിങ് ആരും അങ്ങനെ വീഡിയോ ഒന്നും സംഭവം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ അടക്കം ഇട്ടത്. അപ്പോൾ എനർജി സ്കോറൊന്നും ഇപ്പോൾ ജനറേറ്റ് ആയിട്ടില്ല. പിന്നെ നമുക്കിതിൽ വരുന്ന സ്ലീപ്പ് ഉണ്ട്. സ്ലീപ്പിൽ നമുക്ക് സെറ്റപ്പ് കുറച്ച് ചെയ്യാറുണ്ട്. എല്ലാത്തിൻ്റെയും സെറ്റപ്പ് അഡ്വാൻസ് മെഷർമെൻറ്റ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടാകുന്നുണ്ടോ, അപ്പോൾ അത് നമ്മൾ ചെയ്തു. പിന്നെ ഇതിൽ എൻ്റർ ഡാറ്റാസ് കുറച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സ്ലീപ്പിംഗ് അവർ എപ്പോഴാണെന്നൊക്കെ അത് ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ടൈം, ഹാർട്ട് റേറ്റ്. ഇനി ദിസ് ഫീച്ചർ ഈസ് അവൈലബിൾ സാംസങ് ഹെൽത്തിൽ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ സാംസങ് ഹെൽത്ത് ആപ്പിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. ഹാർട്ട് റേറ്റ് എത്രയോ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ സംഭവങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ഇടാട്ടാ. അപ്പോൾ നിങ്ങളൊരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്ലീപ്പ് ട്രാക്കിങ് ചെയ്യണമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണ് ഈ റിങ്. ഞാൻ എപ്പോഴും ഇട്ടിട്ട് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇലക്ട്രോണിക് പാർട്സുകളല്ല, എല്ലാത്തിനും നമുക്ക് റേഡിയേഷൻ എമിഷൻ ഉണ്ട്. കമ്പാരിറ്റീവ്ലി വാച്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കമ്പാരിസണും വേണമെങ്കിൽ ഇടാം. ഞാൻ എന്തായാലും മെയിനായിട്ട് ഞാൻ സ്ലീപ്പ് ട്രാക്കിങ്ങും നമ്മുടെ സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് വാങ്ങിയത് തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഗോൾഡ് കളറ് മാറ്റ് ഫിനിഷ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റും കളറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സിൽവർ കളർ ഉണ്ട്, അത് മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ കളർ ഏതാ അത് നോക്കിയിട്ട് വാങ്ങിക്കാം. ശരിക്കും ഈ കയ്യിലിടാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇട്ടു ആക്യുറസി അവർ പറയുന്നത് ഇതിലാണ്, ഏതിൽ വേണമെങ്കിൽ ഇടാം. പക്ഷേ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൽ ഇടുമ്പോഴാണ് ഏറ്റവും ആക്യുറസി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലിട്ടു മാത്രം ഇട്ടാം. ഇതിൻ്റെ കേസൊക്കെ ഉണ്ട്, ടോപ്പ് ക്വാളിറ്റിയാണ്. ആ ഗ്യാബിറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. അത് ആമസോണിലൊക്കെ ഉണ്ട്. ഗ്യാബിറ്റ് എന്ന് പറഞ്ഞ സാധനം, ഇതിൻ്റെ ചാർജിങ് കേസ് കാണണം. ഏതോ ഒരു കുന്നംകുളത്ത് സാധനം ഉണ്ടാക്കിയെന്ന് തോന്നുന്ന പോലെ സാധനമാണ്. ഞാൻ ആദ്യം ഗ്യാബിറ്റ് വാങ്ങിക്കാനാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ പ്രൈസ് പകുതിയുള്ളൂ. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇതാണ് സാധനം. ഗ്യാബിറ്റിനുണ്ട്, കാണാനൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. ഹെൽത്ത് ട്രാക്കിംഗ് 7 ഡേ ബാറ്ററി ബാക്കപ്പ് തന്നെ, ഇതും 7 ഡേ തന്നെയാണ്. ടൈറ്റാനിയം ഇതും എല്ലാ കളറിലും അവൈലബിൾ ആണ് പറയുമ്പോൾ. പക്ഷേ ഇതിന് 13,800 ഇപ്പോൾ നമുക്ക് എന്തോ ഓഫർ പ്രൈസായിട്ട് വരുന്നത്. 10 ദിവസം റിട്ടേണബിൾ ആണ് കേട്ടോ, അത് നല്ല കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു നോക്കാം. ഞാൻ എന്തായാലും ഇതിന് എന്താ പറയുക പൊട്ടയാണെന്നും പറയുന്നില്ല. പക്ഷേ എന്തായാലും ഇവരുടെ മാർക്കറ്റിങ്ങും വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കി ഇപ്പോൾ ഫുള്ള് നടന്മാരുടെയും ഇതൊക്കെ പരസ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ, സാധനം ചൈനീസ് സാധനം തന്നെയായിരിക്കും. ഇന്ത്യൻ മെയ്ഡൊന്നും ആവാൻ ഒരു ചാൻസും ഇല്ല. സോഫ്റ്റ്വെയർ അങ്ങനെ അവരായ ഭാഗ്യം. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയുന്നതല്ല, അവരൊരു വെബ്സൈറ്റും അതിൻ്റെ മാർക്കറ്റിങ്ങും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് തോന്നിയതാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ അത്രയും ആക്യുറസി ഇവർക്ക് കിട്ടുന്നു. എന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസറിൻ്റെ ഒക്കെ എന്തായാലും ഡിഫറൻസ് വരും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ സ്മാർട്ട് വാച്ചുകൾ 5,000 രൂപയുടെ സ്മാർട്ട് വാച്ചുകളുണ്ട്, 2,000 രൂപയുടെ സ്മാർട്ട് വാച്ചുകളുണ്ട്, 50,000 രൂപയുടെ സ്മാർട്ട് വാച്ചുകളുണ്ട്. ആപ്പിളിൽ സാംസങ്ങിൻ്റെ ഒക്കെ സ്മാർട്ട് വാച്ചിൻ്റെ എന്താ പറയുക ഹെൽത്ത് ട്രാക്കിങ്ങും ആക്യുറസി ഒന്നും നമ്മുടെ ബോട്ടോ ഒന്നാമത് അത് കുറേ സാധനങ്ങളാണ്, ചൈനീസ് സാധനങ്ങളാണ്. ചൈനീസ് എന്ന് പറയാൻ പറ്റില്ല, ലോക്കൽ ചൈനീസ് സാധനങ്ങളാണ്. നമ്മുടെ ഈ കുന്നംകുളം വീടെന്നൊക്കെ പണ്ട് പറയാറില്ലേ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് അവർ ബ്രാൻഡ് ഇത് വിൽക്കുകയാണെന്ന് വെച്ചാൽ ഒരു പണിയില്ലല്ലോ. 1000 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ 5000 രൂപയ്ക്ക് വിൽക്കും. നല്ല ലാഭമാണല്ലോ, ഒരു പണിയില്ല. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ. അപ്പോൾ ഈ ഗ്യാബിറ്റ് എന്ന സാധനം അതാവാനാണ് ചാൻസ്. എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. എന്നുവെച്ചാൽ ഒരു പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ബോട്ടും ഫയർബോൾട്ടൊക്കെ അവർ എല്ലാവരും ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടപ്പിൽ ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റ് തന്ത്രമാണത്. ലോക്കൽ ചൈനീസ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യുക, അടിച്ച് അവരുടെ പേര് ബ്രാൻഡ് ചെയ്ത് വിൽക്കുക. അതാണ് അവർ ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു ഗസ്റ്റ് ചെയ്താണ്. മിക്കവാറും അങ്ങനെ തന്നെ അവനാണ് ചാൻസ് കൊടുത്തത്. ഇനി അല്ലെങ്കിൽ നല്ലത് ബെറ്റർ അത്രേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചാനേ. എന്താ വെച്ചാൽ ഇന്ത്യൻ ബ്രാൻഡാണല്ലോ, നമ്മൾ ഇന്ത്യൻ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യണമല്ലോ. പക്ഷേ ഇങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നമ്മളാണ് കാശ് കൊടുക്കുന്നത്, നമുക്ക് വേറെ ആരും കാശ് തരണം. നമ്മൾ ഹാർഡ് ഏൺ പണിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കൊടുക്കുന്ന കാശിന് നല്ല സാധനം കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വലിയ ദേശഭക്തിക്കാർ ചിലപ്പോൾ വന്നിട്ട് കുറേ ഉണ്ട്, വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നതല്ല, ദേശഭക്തിൻ്റെ ആയിട്ടൊന്നല്ല.
എന്താ ചൈനീസ് ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഫോണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ ആ പറഞ്ഞവൻ ചിലപ്പോൾ വല്ല എന്താ പറയുക ഇതുപോലെ ഹൈ എൻഡ് സാധനമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക ചൈനീസ് ഫോണുകളിലെയോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെയോ സാംസങ്ങിൻ്റെയൊക്കെ. അല്ലാണ്ട് നീ പോയിട്ട് വിവോയുടെ സാധനം ഉപയോഗിക്കല്ലോ, വിവോ അല്ല സോറി ലാവയുടെ സാധനം ഉപയോഗിക്കുന്നത് പറയുമ്പോൾ അതും ചൈന തന്നെയാണ്. അവന്മാരും അടിച്ചു വയ്ക്കണം എന്നുള്ളൂ, അത്രേ ഉള്ളൂ. പൊട്ടന്മാരാക്കുന്ന ആൾക്കാരെ അത് പോയിട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഒന്ന് ഡയലോഗ് അടിക്കും. അങ്ങനത്തെ കൊറോണ ഉണ്ട് എന്ന് വെച്ചാൽ മിക്ക ആൾക്കാരെയും വന്നിട്ട് കമൻറ്റ് ചെയ്യണം വേണം. കൊറോണ വെറുതെ ഒരു ഇതുണ്ടാവില്ല, അവന്മാർ ഉപയോഗിക്കുന്നത് വേറെ ഫോണുകളായിരിക്കും, ചുമ്മാ വന്ന് കമൻറ്റ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ ഇതുണ്ടായിട്ടൊന്നുമല്ല എന്ന് വെച്ചാൽ റിയൽ സാധനങ്ങൾ പോട്ടെ വയ്ക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു ബ്രാൻഡ് നമ്മുടെ ഇവിടെ ഇല്ല, അതാണ് കുഴപ്പം. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡുകളെ ഉപയോഗിക്കാനോ കുഴപ്പങ്ങളിലായിട്ടല്ല. നമ്മൾ കൊടുക്കുന്ന കാശിന് ഏതാണോ ബെറ്റർ അതല്ല നമ്മൾ വാങ്ങിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ചുമ്മാ കിട്ടുന്ന കാശൊന്നും നല്ലത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവർ എന്താ പറയുക ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണെങ്കിൽ എൻ്റെ ട്രൈ ഔട്ട് ചെയ്ത് അയച്ചു തരാൻ അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഗ്യാബിറ്റ് കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, വേറെ കാര്യം. ഞാൻ കുറേ എണ്ണം യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഗ്യാബിനെ സെർച്ച് ചെയ്തപ്പോൾ കുറേ എണ്ണം കണ്ടു. അത് വീഡിയോ കണ്ടത് തന്നെ അറിയാം, പ്രൊമോഷണൽ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അത് വാങ്ങിക്കേണ്ടിരുന്നത്. ഞാൻ ഫസ്റ്റ് അത് വാങ്ങിക്കണം വിചാരിച്ചാണ്. അതായത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതാകുമ്പോൾ നമുക്ക് ആമസോണിൽ ഓഫറൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ സൈസൊക്കെ നമുക്ക് ആദ്യം സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യം റിംഗ് അയച്ചു തരും, പിന്നെ നമുക്ക് റിംഗ് സൈസ് കിറ്റ് അയച്ചു തരും, പിന്നെ നമുക്ക് അത് കൺഫേം ചെയ്താൽ മതി. അപ്പോൾ ഇത് ബ്ലൂ ഡാർട്ട് ത്രൂ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്കിവിടെ ലൈറ്റും കാളിലൊക്കെ എത്താന്ന് കാണാം, സെൻസർ കണ്ടു നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ തന്നെ അവൻ മെഷറിങ് കാളിലൊക്കെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ റിവ്യൂസ് ആണ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്യാം. അടുത്ത് വേണം. ബൈ.